തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ SIR ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ്റെ ഭാഗമായിട്ടുള്ള എന്യൂമറേഷൻ ഫോം BLOs നമ്മുടെ വീട്ടിൽ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ടാകും. അപ്പോൾ എന്യൂമറേഷൻ ഫോം വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് പൂരിപ്പിക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ടെക് ഫിനാൻസ് ഹൗ ടു ഡു വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണാണ് എന്ന് എനേബിൾ ചെയ്തേക്കുക. ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജ് കൂടെ ഫോളോ ചെയ്തേക്കുക. ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ഒരു എന്യൂമറേഷൻ ഫോമാണ്. ഇത്തരത്തിലൊരു ഫോം ആയിരിക്കും നിങ്ങളുടെ വീട്ടിലും BLOs കൊണ്ടുവന്ന് തന്നിട്ടുണ്ടാകുക. ഇപ്പോൾ ഇവിടെ മുകളിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മുകളിലായിട്ട് 3 കോളങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒന്നാമത്തെ കോളത്തിൽ വോട്ടറുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് എപ്പിക് നമ്പർ, അതുപോലെ തന്നെ നമ്മുടെ വിലാസം, അതാണ് ഒന്നാമത്തെ കോളത്തിൽ നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ കോളം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ക്രമ നമ്പർ, അതുപോലെ നമ്മുടെ ഭാഗം നമ്പർ, അതുപോലെ നമ്മുടെ ബൂത്തിൻ്റെ ഡീറ്റെയിൽസ്, നമ്മുടെ നിയമസഭ അല്ലെങ്കിൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പേര്, അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് തുടങ്ങിയ വിവരങ്ങളാണ് രണ്ടാമത്തെ കോളത്തിൽ നൽകിയിരിക്കുന്നത്. മൂന്നാമത്തെ കോളത്തിലായിട്ട് ഒരു QR കോഡും അതുപോലെ തന്നെ നിലവിലെ നമ്മുടെ വോട്ടർ പട്ടികയിലുള്ള നമ്മുടെ ഫോട്ടോയും ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നിലവിലെ ഫോട്ടോ പതിക്കുക എന്നൊരു കോളം കൂടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലുള്ള ഈ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളുടെ ഏറ്റവും പുതിയ ഫോട്ടോ വോട്ടർ പട്ടികയിൽ നൽകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ ഏറ്റവും പുതിയ പാസ്പോർട്ട് സൈസ് ഫോർമാറ്റിലുള്ള ഫോട്ടോ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്യുക. അത് മാത്രമാണ് ഈ മുകളിൽ നമുക്ക് ചെയ്യാനുള്ളത്. എന്നാൽ ഇത് ഫോട്ടോ നൽകിയില്ല എന്ന് വെച്ചും കുഴപ്പമില്ല, അത് ഓപ്ഷണലാണ്. അപ്പോൾ മുകളിലെ പോർഷൻ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. നിങ്ങൾക്ക് ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പുതിയ ഫോട്ടോ ഇവിടെ സ്റ്റിക്ക് ചെയ്യുക. ഇനി രണ്ടാമതായിട്ട് ഇവിടെ സെൻട്രലായിട്ട് കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. ഇത് നമ്മളെല്ലാവരും ഫില്ല് ചെയ്യേണ്ടത് ഒരു കാര്യമാണ്. 2025 വോട്ടർ ലിസ്റ്റിൽ പേരുള്ളവർക്കാണ് എന്യൂമറേഷൻ ഫോം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ എന്യൂമറേഷൻ ഫോം ലഭിച്ചിട്ടുള്ള എല്ലാവരും തന്നെ ഈ സെൻട്രലിൽ നൽകിയിരിക്കുന്ന ചോദിച്ചിരിക്കുന്ന ഈ ഡീറ്റെയിൽസ് നിർബന്ധമായും ഫില്ല് ചെയ്യേണ്ടതാണ്. ഇനി ഇവിടെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ജനന തീയതിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജനന തീയതി DD, MM, YY എന്ന ഫോർമാറ്റിൽ ഇവിടെ എൻ്റർ ചെയ്ത് നൽകുക. ഇപ്പോൾ ഉദാഹരണത്തിന് ജനുവരി 1, 1990 നിങ്ങളുടെ ജനന തീയതി എങ്കിൽ 01/01/90 എന്ന് ഇവിടെ കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് ആധാർ നമ്പറാണ്. ഇവിടെ ഓപ്ഷണൽ എന്ന് നൽകിയിട്ടുണ്ട്. ഓപ്ഷണൽ ആണെങ്കിൽ പോലും ആധാർ നമ്പർ ലഭ്യമാണെങ്കിൽ ആധാർ നമ്പർ നൽകുന്നത് തന്നെയാണ് നല്ലത്. മൂന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് മൊബൈൽ നമ്പറാണ്. നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ കൊടുക്കുന്നതാണ് നല്ലത്. അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേരാണ്. അപ്പോൾ ഈ എന്യൂമറേഷൻ ഫോം ആരുടെ പേരിലാണ് വന്നിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേരാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് ഇവിടെ വോട്ടറുടെ പേര് തോമസ് എന്നാണ് എങ്കിൽ തോമസിൻ്റെ പിതാവിൻ്റെ പേര് എന്താണ് എന്നാണ് ഇവിടെ എഴുതേണ്ടത്. പിതാവിൻ്റെ രക്ഷിതാവിൻ്റെ എപ്പിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ടേഴ്സ് ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ്, അതായത് നമ്മുടെ വോട്ടർ ID കാർഡിൻ്റെ നമ്പർ, അതായത് ഈ പിതാവിൻ്റെ വോട്ടർ ID കാർഡിൻ്റെ നമ്പർ ലഭ്യമാണെങ്കിൽ ഇവിടെ ഫില്ല് ചെയ്യുക, ലഭ്യമല്ലെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് മാതാവിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വോട്ടറുടെ മാതാവിൻ്റെ പേര് ഇവിടെ എൻ്റർ ചെയ്ത് നൽകുക. എപ്പിക് നമ്പർ അതുപോലെ തന്നെ ലഭ്യമാണെങ്കിൽ എഴുതുക. അടുത്തായിട്ട് പങ്കാളിയുടെ പേര് ബാധകമാണെങ്കിൽ എഴുതുക എന്നാണ് പറയുന്നത്. അപ്പോൾ വിവാഹം കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ ഭാര്യയുടെ ഫോമാണെങ്കിൽ ഭർത്താവിൻ്റെ പേര് എഴുതുക, ഭർത്താവിൻ്റെ ഫോമാണെങ്കിൽ ഭാര്യയുടെ പേര് എഴുതുക. അതുപോലെ തന്നെ പങ്കാളിയുടെ എപ്പിക് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് നൽകുക. ഇത് ഓപ്ഷണലാണ്. ഇത് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. എന്നാൽ ഇവിടെ ഈ മാതാവിൻ്റെ പേരും പിതാവിൻ്റെ പേരും നിർബന്ധമായിട്ടും നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളങ്ങനെ രണ്ടാമത്തെ സെക്ഷനും ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മൂന്നാമത്തെ സെക്ഷനിലേക്കാണ് പോകുന്നത്. ഇവിടെയാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നൊരു സെക്ഷനാണ് ഈ മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് അവസാന SIRൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ. കേരളത്തിൽ ഇതിനു മുമ്പ് SIR നടന്നത് 2002 അപ്പോൾ 2002 വോട്ടർ പട്ടിക അടിസ്ഥാനപ്പെടുത്തിയാണ് 2025 SIR സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2002 വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് ഈ ലെഫ്റ്റ് സൈഡിലെ പോർഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ A എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഫോമാണ് ഇത്. അപ്പോൾ A എന്ന് പറയുന്ന വ്യക്തി 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം ഈ പോർഷനാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഈ പോർഷനിലാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി എങ്ങനെയാണ് 2002 വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുന്നത്? അപ്പോൾ അത് നമുക്ക് ഓൺലൈനിലൂടെ തന്നെ വളരെ സിമ്പിളായിട്ട് പരിശോധിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 2002 വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കുന്നതിന് വേണ്ടി ഗൂഗിളിൽ 2002 വോട്ടേഴ്സ് ലിസ്റ്റ് കേരള എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ കുറച്ച് ലിങ്ക് വരുന്നതാണ്. അതിൽ ഈ രണ്ടാമത്തെ ലിങ്ക് ഇലക്ടറൽ റോൾ SIR 2002 CEO കേരള, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക.
ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു പേജ് ഇത്തരത്തിൽ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഇവിടെ നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഉദാഹരണത്തിന് എറണാകുളം സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ LAC ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി, അതായത് നമ്മുടെ നിയമസഭാ മണ്ഡലം 2002 നമ്മൾ ഉൾപ്പെട്ട് നിന്ന നിയമസഭാ മണ്ഡലം ഏതാണെന്നുള്ളത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ അങ്കമാലി സെലക്ട് ചെയ്തു. അപ്പോൾ അങ്കമാലി നിയമസഭാ മണ്ഡലത്തിന് കീഴെ വരുന്ന എല്ലാ പോളിംഗ് സ്റ്റേഷൻ്റെ നെയിം ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന പോളിംഗ് സ്റ്റേഷൻ ഏതാണെന്ന് കണ്ടെത്തുക. അതിനുശേഷം അതിൻ്റെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്ന ഡൗൺലോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ പോളിംഗ് സ്റ്റേഷനിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന വോട്ടേഴ്സിൻ്റെ ലിസ്റ്റ് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇതിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ ഈ ലിസ്റ്റിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ പേര് ഈ 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ വീട്ടുപേരോ എന്തെങ്കിലും വെച്ച് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പം അങ്ങനെ 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പോർഷനാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് വോട്ടറുടെ പേരാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ലിസ്റ്റിൽ എന്താണോ വോട്ടറുടെ പേര്, നിങ്ങളുടെ പേര് കൊടുത്തിരിക്കുന്നത്, ആ പേര് ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. എപ്പിക് നമ്പർ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഇവിടെ ഈ ലിസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വോട്ടർ ID കാർഡ് നമ്പർ കാണാനായിട്ട് സാധിക്കും. അതവിടെ ജസ്റ്റ് എഴുതി കൊടുക്കുക. അതിനുശേഷം ഇനി അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് ബന്ധുവിൻ്റെ പേരാണ്. ബന്ധുവിൻ്റെ പേരും ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. റിലേഷൻ ഫസ്റ്റ് നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബന്ധുവിൻ്റെ പേരെന്താണോ ഇവിടെ കൊടുത്തിരിക്കുന്നത് അതങ്ങനെ തന്നെ ഇവിടെ എഴുതി കൊടുക്കുക. ഈ ഫോമിൽ എഴുതി കൊടുക്കുക. അതിനുശേഷം ബന്ധം എന്താണ് എന്നുള്ളത് അതും ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ റിലേഷൻ ടൈപ്പ് കോളം നോക്കിയാൽ മതി. ഇവിടെ P എന്ന് പറഞ്ഞാൽ പിതാവ്, ഭ എന്ന് പറഞ്ഞാൽ ഭർത്താവ്, മാ എന്ന് പറഞ്ഞാൽ മാതാവ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻ ടൈപ്പ് ബന്ധം എന്താണോ എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ എഴുതി കൊടുക്കുക. ഇനി അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് ജില്ല, സംസ്ഥാനത്തിൻ്റെ പേര്, നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര്. അപ്പോൾ 2002 നിങ്ങൾ ഉൾപ്പെട്ട് നിന്ന വിവരങ്ങളാണ് ഇവിടെ നൽകേണ്ടത്. അടുത്തായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ, ഭാഗം നമ്പർ, ക്രമ നമ്പർ. അപ്പോൾ ഇത് നമുക്ക് ആ വോട്ടർ ലിസ്റ്റിൽ നിന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ഇവിടെ AC കോഡ് എന്നൊരു കോളം കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ പേരിന് അഗെയിൻസ്റ്റ് ആയിട്ട് നൽകിയിരിക്കുന്ന AC കോഡ് എന്താണോ അതാണ് ഇവിടെ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ എന്ന സെക്ഷനിൽ എഴുതി കൊടുക്കേണ്ടത്. രണ്ടാമതായിട്ട് ഭാഗം നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന പാർട്ട് കോഡാണ് നിങ്ങളുടെ ഭാഗം നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പേരിന് അഗെയിൻസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന പാർട്ട് കോഡ് എന്താണോ ആ പാർട്ട് കോഡാണ് നിങ്ങളിവിടെ ഭാഗം നമ്പറിൻ്റെ സെക്ഷനിൽ എഴുതി കൊടുക്കേണ്ടത്. മൂന്നാമതായിട്ട് ക്രമ നമ്പർ എന്ന് പറയുമ്പോൾ സീരിയൽ നമ്പർ, നമ്മുടെ വോട്ടർ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന സീരിയൽ നമ്പർ ഇൻ പാർട്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ആ കോളത്തിൽ നിങ്ങളുടെ പേരിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് നമ്പറാണോ കൊടുത്തിരിക്കുന്നത് ആ നമ്പറാണ് ഇവിടെ എന്യൂമറേഷൻ ഫോമിൻ്റെ ക്രമ നമ്പറിൽ എഴുതി കൊടുക്കേണ്ടത്. ഇങ്ങനെയാണ് ഈ സൈഡ് പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പോർഷൻ മാത്രം ഫില്ല് ചെയ്താൽ മതി. ഈ പോർഷൻ നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യേണ്ടതായിട്ടില്ല. ഇനി 2002 വോട്ടേഴ്സ് ലിസ്റ്റ് നിങ്ങൾ പരിശോധിച്ചപ്പോൾ നിങ്ങളുടെ പേര് 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ല. ആ സിനാരിയോ ആണെങ്കിൽ നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിലെ പോർഷനല്ല ഫില്ല് ചെയ്യേണ്ടത്, ഇനി റൈറ്റ് സൈഡിലെ പോർഷനാണ് ഫില്ല് ചെയ്യേണ്ടത്. 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തവർ ഈ റൈറ്റ് സൈഡിലെ പോർഷനാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ലെഫ്റ്റ് സൈഡ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരില്ല. അപ്പോൾ ഇനി നിങ്ങൾ നിങ്ങളുടെ ബന്ധുവിൻ്റെ വിശദാംശങ്ങൾ വെച്ചിട്ടാണ് ഈ എന്യൂമറേഷൻ ഫോം കൊടുക്കേണ്ടത്. ബന്ധു എന്ന് പറയുമ്പോൾ ബ്ലഡ് റിലേഷനാണ്. അതായത് 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ അവരുടെ പേരുണ്ടായിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ പേര് 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ല, പക്ഷേ നിങ്ങളുടെ പിതാവിൻ്റെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ മാതാവിൻ്റെ പേര് 2002 വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവിൻ്റെ വിവരങ്ങൾ നൽകി ഈ പോർഷൻ ഫില്ല് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ പിതാവിൻ്റെ പേര് 2002 വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ടെങ്കിൽ ഇവിടെ പേര് എന്ന സ്ഥാനത്ത് നിങ്ങളുടെ പിതാവിൻ്റെ പേര് എഴുതുക. പിതാവിൻ്റെ എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ അത് ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തായിട്ട് ബന്ധുവിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പിതാവിൻ്റെ പേര് 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിതാവിൻ്റെ പേര് നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് കണ്ടെത്തി. അപ്പോൾ പിതാവിൻ്റെ പേരിന് അഗെയിൻസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ബന്ധുവിൻ്റെ പേരെന്താണോ അതാണ് നമ്മൾ ഇവിടെ ബന്ധുവിൻ്റെ സ്ഥാനത്ത് എഴുതി കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ബന്ധം എന്താണോ ആ ബന്ധം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിതാവാണെങ്കിൽ പിതാവ്, മാതാവാണെങ്കിൽ മാതാവ്, ഭർത്താവാണെങ്കിൽ ഭർത്താവ് എന്താണോ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജില്ല, സംസ്ഥാനത്തിൻ്റെ പേര്, നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര്, 2002 വോട്ടർ ലിസ്റ്റ് അനുസരിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ നമ്മൾ മുൻപേ കണ്ടുപിടിച്ചതുപോലെ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കുക. AC കോഡ് എന്താണോ നിങ്ങളുടെ പിതാവിൻ്റെ പേരിന് അഗെയിൻസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന AC കോഡ് എന്താണോ അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഭാഗം നമ്പർ, പാർട്ട് നമ്പർ എന്താണോ അതിവിടെ ടൈപ്പ് ചെയ്ത് അതിവിടെ എഴുതി കൊടുക്കുക. ക്രമ നമ്പർ എന്താണോ അതിവിടെ എഴുതി കൊടുക്കുക. ഇത്രയുമാണ് നിങ്ങൾ ഈ പോർഷനിൽ ഫില്ല് ചെയ്യേണ്ടത്. അപ്പം പിതാവിൻ്റെ ഒരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞാണ്. അപ്പം നിങ്ങളുടെ ബന്ധു ആരാണോ
2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ പിതാവാണെങ്കിൽ പിതാവിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഫില്ല് ചെയ്യുക. മാതാവാണെങ്കിൽ മാതാവിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഫില്ല് ചെയ്യുക. അല്ല ഇനി നിങ്ങളുടെ പിതാവ് മാതാവ് 2002 വോട്ടേഴ്സ് ലിസ്റ്റിലില്ല, നിങ്ങളുടെ ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ 2002 വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ ഗ്രാൻഡ് മദറിൻ്റെ വിശദാംശങ്ങൾ 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് കണ്ടെത്തിയ ശേഷം ആ വിവരങ്ങൾ വെച്ചിട്ട് ഇവിടെ ഫില്ല് ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ മാത്രം ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലെ പോർഷൻ നിങ്ങൾ ഫില്ല് ചെയ്യുക. റൈറ്റ് സൈഡ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ട നിങ്ങളുടെ ബന്ധുവിനെ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ബന്ധുവിൻ്റെ വിശദാംശങ്ങൾ വെച്ചിട്ട് ഈ റൈറ്റ് സൈഡിലെ പോർഷൻ നിങ്ങൾ ഫില്ല് ചെയ്യുക. ലെഫ്റ്റ് സൈഡ് നിങ്ങളൊന്നും തന്നെ ചെയ്യേണ്ടതായിട്ടില്ല ആ സിനാരിയോയിൽ. ഇനി ഏറ്റവും താഴെയായിട്ട് നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ സൈൻ ഇടുക. ഇത്രയാണ് ഈ ഫോമിൽ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഈ ഫോം ഫില്ല് ചെയ്യുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഏതെങ്കിലും പോർഷനിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ എന്യൂമറേഷൻ ഫോമിൻ്റെ മുകളിലായിട്ട് തന്നെ നിങ്ങളുടെ BLO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൂത്ത് ലെവൽ ഓഫീസർ, ഇലക്ഷൻ കമ്മീഷൻ ഏർപ്പാടാക്കിയിട്ടുള്ള ഏജൻറ്റുമാരാണ് അവർ. അപ്പോൾ BLOൻ്റെ പേരും അവരുടെ മൊബൈൽ നമ്പറും ഇവിടെ മുകളിലായിട്ട് നൽകിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ആ മൊബൈൽ നമ്പറിൽ വിളിച്ച് അവരോട് സംസാരിച്ച് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇനി വോട്ടേഴ്സ് ലിസ്റ്റ് കണ്ടെത്തി ഈ എപ്പിക് നമ്പറും ഭാഗം നമ്പറും ക്രമ നമ്പറൊന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ BLO ആയിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ അത് കണ്ടെത്തി നിങ്ങൾക്ക് അതിൻ്റെ നമ്പറുകൾ ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ആ നമ്പറുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഫോം ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ BLO ആയിട്ട് ബന്ധപ്പെട്ട് സംശയം തീർത്തതിന് ശേഷം മാത്രം ഈ ഫോം പൂരിപ്പിക്കുക. തെറ്റ് വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ BLOയ്ക്ക് കൈമാറി കഴിയുമ്പോൾ ഒരു ഫോം റെസിപ്റ്റായിട്ട് നമുക്ക് തന്നെ തിരിച്ചു തരുന്നതാണ്. ഒരു ഫോം BLO കൊണ്ടുപോകുന്നതാണ്. അതിനുശേഷം BLO അത് ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫോം നൽകിയ ശേഷം നിങ്ങളുടെ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ആയോ, എൻട്രി ചെയ്തോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയാണ് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ വൈകാതെ തന്നെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്ത ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഫാമിലിയിലേക്കും ഒക്കെ എത്തിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.